നമസ്കാരം. കോമഡി മസാലയുടെ പുത്തൻ നർമ്മ കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസ് അവരിന്ന് നമുക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം മാറ്റി വെച്ച് ഇവിടെ വന്ന് നമ്മുടെ പരിപാടി നേരിട്ട് ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ്. സോ നിങ്ങളെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളെയാണ്. ഉല്ലാസ് പന്തളം ആൻഡ് ബിനു അടിമാലി. താരങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. ഉല്ലാസേട്ടാ, ബിൻചേട്ടാ, അപ്പൊ സ്വാഗതം. നമ്മളൊരു കിടുക്കൻ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. എന്ത് പറയണു ഉല്ലാസേട്ടാ? നമ്മുടെ എല്ലാ സ്കിറ്റുകളും എല്ലാ എപ്പിസോഡുകളും വളരെ കിടുക്കനായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഗെയിമൊക്കെ ആണെങ്കിലും ഇവിടെ വന്നു പോണ താരങ്ങള്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇതിന് ഇവിടെ നിന്ന് സ്വയം പുകഴ്ത്തുകയാണോ? അങ്ങനെയൊന്നല്ല. പൊതുവേ നിങ്ങളുടെ പലരുടെ അടുത്തുനിന്ന് കിട്ടിയ അഭിപ്രായങ്ങൾ അനുസരിച്ച് അതിന്റെ ഒരു ധൈര്യത്തിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം തരുന്നതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും. എന്നാ രണ്ടുപേരും കൂടെ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാവോ? പറഞ്ഞ് രസം കൊല്ലുന്നില്ല. നേരിട്ട് കണ്ടോ? ഓക്കെ. അടുത്തൊരു സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു ടീം കോമിക് റൈഡേഴ്സ്. ഹലോ. ആ ഇല്ല ഇന്ന് ഞാൻ വീട്ടിലില്ല. നാളെ ഞാൻ വീട്ടിലില്ല. മറ്റന്നാ വീട്ടിലുണ്ടാവൂല കേട്ടോ. വിളിക്കണ്ട. വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ എന്നാ വെച്ചാ. ഇതാണ് കുഴപ്പം. 1-ാം തീയതി ആകുമ്പോൾ ഓരോരുത്തന്മാർ വിളിക്കും. വീട്ടിലുണ്ടാ, സാധനം വാങ്ങാൻ വല്ല വകുപ്പുണ്ടാ, അടി ഉണ്ടാന്നൊക്കെ വെച്ചിട്ട് ഇവന്മാരൊന്നും നന്നാവാൻ സമ്മതിക്കൂലേ. ചിക്കൻ കറിയുടെ മണം അങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുക. ജയോ, ആ ചിക്കൻ കറിന് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടേട്ടാ. ആ അടിപൊളിയാണ്. ശിവനത് കാണാൻ ഇവനത് എവിടെ പോയി കിടക്കണം? പൊണ്ടാറങ്ങാനായിട്ട്. ആ നീ ഇത് എവിടെയാണോ? ഞാൻ എവിടെയെന്നാ എന്റെ പൊന്നും മോനെ, ഞാൻ രാവിലെ തൊട്ട് തിരക്കിടക്കി. ഇന്ന് 1-ാം തീയതി എന്നുള്ള കാര്യം അറിയാലോ. സാധനം ഒപ്പിക്കാനായിട്ട് വേണ്ടി രാവിലെ തൊട്ട് നടക്കണം. സാധനം കിട്ടിയിട്ട് ഞാനല്ലേ പോണത്. സാജിന്റെ അടുത്ത് പോയി ക്യൂ നിന്ന് സാധനം കിട്ടി. അടിപൊളി. അപ്പം തകർക്കുന്നത്. ഇന്ന് 1-ാം തീയതി നമ്മൾ അടിച്ച് പൊളിക്കും. നമ്മൾ അടിച്ച് പൊളിക്കാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ഒരു വളവ് തിരിയുമ്പോ ഒരു യമഹയുള്ള ഒരു പയ്യനല്ലേ, അവന് ഒരു എംഹേ 1-2 വണ്ടി വേറെ ഉണ്ട് അവന്. പിന്നെ ഒരച്ഛനാണ് അവന്റെ. ഒരച്ഛനാ? 1-2 അച്ഛന് വേറെ ഉണ്ട്. അച്ഛനൊന്നുമില്ല. എന്താ കാര്യം എന്ന് പറ. അവിടെ അവന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ എനിക്ക് തോന്നണെന്നറിയോ, നേപ്പാളിയാന്ന് തോന്നുന്നു. നേപ്പാളിയാ? ഇതിങ്ങനെ ഇരിക്കണം മൂക്ക് ഞാൻ നോക്കുമ്പോ. അയ്യ, അത് വേറൊന്നുമല്ല. പുള്ളി നല്ല വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോണ്ടല്ലോ, അകത്ത് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരുന്നാണ്. പട്ടി ഒന്ന് മൂക്കടിച്ചോണ്ട് പോയി. ഏതാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം. ചിക്കൻ്റെ ഒരു സ്മെല്ല് ഇവിടെ ചിക്കനാണെന്ന്. 1-ാം തീയതി ചിക്കൻ അടിച്ച് പൊളിക്കാണെന്ന്. പൊന്നും, നമ്മുടെ മറ്റു ടീമൊക്കെ ഓർക്ക് നമ്മൾ വേറെ വല്ലയിടത്തുമായിരിക്കും. ഒരു രക്ഷയില്ല. സാധനം ഇട്ട് അടിച്ച് പൊളിക്കുന്നു. നീ ഗിരിരാജൻ കേട്ടിട്ടുണ്ടാ? പ്രശ്നക്കാരനാണ് അവൻ. എന്റെ കൈ കിട്ടി അടിച്ചൊടിക്കും ഞാൻ. ഗിരിരാജൻ എന്ന് പറഞ്ഞ കോഴിയാണ്. കോഴിയാണ്? അപ്പുറത്തെ വീട്ടിലെ കോഴിയാണേ. എല്ലാ ദിവസവും വീട്ടിലൊന്നിങ്ങനെ കാഷ്ടിക്കും. എനിക്കത് ഇഷ്ടമല്ല. നമ്മുടെ ഭാഗ്യത്തിന് 1-ാം തീയതി ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒന്ന് കാഷ്ടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു കല്ലെടുത്ത് ഒറ്റ കീറാണ്. അപ്പൊ തന്നെ മൃഗയ മരിച്ചു. ഞാൻ കറി വെച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് റൗണ്ട് അങ്ങോട്ട് ഇരിക്കാം. റൗണ്ട് ഇരിക്കാം. വേറെ കാര്യം മോനെ, ഇന്ന് അടിച്ചു പൊളിക്കും. ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ഒരു കുക്കിനെ വിളിച്ചിട്ടുണ്ട്. കുക്കിനെ? അവൾ ഇവിടെ ഇല്ലല്ല. കുക്ക് വന്നിട്ടുണ്ട്. അവൻ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ, പിന്നെ ഇന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ചിക്കൻ കറി അടിക്കുന്നു, ചെസ് കളിക്കുന്നു. 1-ാം തീയതി പൊളിക്കും നമ്മൾ. ഒരു കാര്യം പറഞ്ഞേ, നിനക്ക് ഈടായിട്ട് കുടി കൂടിയിട്ടാ. എന്ത് കുടി നിനക്ക് കൂടുതലാണ്. വീട്ടിലൊന്നും പറഞ്ഞില്ലേ? ഭാര്യ ഒന്നും പറഞ്ഞില്ല? എന്ത് പറഞ്ഞില്ലെന്ന്? ഒന്നും പറഞ്ഞില്ല. കുടി നിർത്താമെന്ന് പറഞ്ഞില്ലേ? എടാ, എന്റെ ഭാര്യ പറഞ്ഞ് ഞാൻ കുടി നിർത്തി കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ തോറ്റുപോകും. എന്റെ അമ്മ തോറ്റുപോകുന്നു. അതെന്ത് കാര്യത്തിനാണത്? അറിയാൻ പാടില്ലേ? 10-35 വർഷം എന്റെ അമ്മ പറഞ്ഞ് കുടി നിർത്തറാന്ന്. ഇന്നലെ കയറി വന്ന് അവള് പറഞ്ഞ് കുടി നിർത്തി കഴിഞ്ഞാൽ എന്റെ അമ്മക്ക് സങ്കടാവൂലേ? അങ്ങനെ ഞാൻ അങ്ങനെ കുടി നിർത്തണാളെന്ന്. നീ അല്ലെങ്കിൽ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തോൽവിയാണ്. എന്ത് തോൽവിയാണ്? എടാ, നീ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത്? എന്താ? വെള്ളം അടിച്ചിട്ട് കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോയാ? അതാണ് കാര്യം. അത് 1-ാം തീയതി അല്ലേ, പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പറഞ്ഞു കറണ്ട് ബില്ല്, അല്ലെങ്കിൽ കറണ്ട് കട്ടി എന്ന് കരുതി വെള്ളം അടിച്ചിട്ടാണ് കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോണത്. അവർക്ക് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, വെള്ളം അടിച്ചോണ്ട് ജോലി ചെയ്യാറില്ല. വെള്ളം അടിച്ചോണ്ട് ജോലിയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. ആര്? ഫയർഫോഴ്സുകാർ. വെള്ളം അടിച്ചോ? നീ കളിച്ചേ? നേരം പോയി ഇങ്ങോട്ട് ഇവിടെ വെച്ചേ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പുള്ളി മിമിക്രി കലാകാരനാണ്. ഈ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി പാചകത്തിനൊക്കെ വേണ്ടി ഇവിടെ വരും. അതെ. അപ്പൊ കണ്ടാ നീ കരിമ്പിനേല ചേനാട്ടാ നിക്കണത്. അത് കരിമ്പനടിച്ച പോലെ ഇരിക്കുന്നു. കരിമ്പനടിക്കുമ്പോ ഇങ്ങനെ അടിക്കും. എടാ, നീ അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട. പുള്ളി ഒരു സർക്കാർ ജോലിക്കാരനും കൂടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നിനക്ക് ഇവിടെ ചിക്കൻ കറി വെക്കാനായിട്ട് വന്നത്. എടാ, അംഗനവാടിയിലെ ആയാണ് പുള്ളി. നീയാ? അംഗനവാടിയിലെ പിള്ളേർക്കുണ്ടല്ലോ 4 കിലോന്റെ അരി ചോറാണ് ഉണ്ടാക്കും.
ഇവനായ ലായനാണ്. ഞാൻ പറഞ്ഞുതരാം. 3:45 ഇവൻ തന്നെ കയറ്റും. ഇവന്റെ വയറ് കണ്ട പിള്ളേരെ അവിടെ പട്ടിക്കടായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് കളിക്കാം. എന്നിട്ട് സാധനം എടുക്കണ്ടേ? ഇപ്പൊ എടുക്കണ്ടല്ലേ? സാധനം എടുക്കാൻ വരട്ടെ. ഒരു കളി അങ്ങോട്ട് കളിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ ജയോ. ഓ കളി വേണമെങ്കിൽ കണ്ടു പഠിച്ചോട്ടാ. ബുദ്ധിയുള്ളവർ കളിക്കുന്ന കളിയാണ്. പിന്നെ ഇവര് കളിക്കുന്നത് മോനെ മനോജേ, ഇന്നലെ വന്ന് നീ തോറ്റ്, മിനിഞ്ഞാന്ന് ഒന്ന് തോറ്റ്, ഇന്നും നീ തോക്കും. ഇവിടെ തോൽവികൾ ഞാൻ ഇഴന്നു മേടിച്ചുകൊണ്ടിരിക്കും. അത് നീ മേടിച്ചോണ്ടിരിക്കുകയാണല്ലേ? ഞാൻ ജയിച്ചിരിക്കുന്നു. നീ കണ്ടോട്ടെ എന്റെ ഒരു ബുദ്ധിപരമായൊരു നീക്കം നീ കണ്ടോ? നീക്കിക്കോ നീ. ഞാൻ ആനയെ ചെരിഞ്ഞു മോനെ. ആനയെ ചരിച്ചെങ്കിൽ ഞാൻ ആനപ്പാപ്പനെടുത്ത് അടുത്ത് വെച്ചു. പാപ്പാനാ? ഞാൻ ആന ചരിയുമ്പോ പാപ്പാൻ വേണ്ടില്ലേ? പ്രശ്നവും പൊട്ടത് തേരാണ്. തേരാണോ? ആ വേറെ കളി ഉണ്ടോ നീ? ഉം. ഞാൻ ഷെയ്ക്ക് അടിച്ച്. ഷെയ്ക്കല്ലടാ ചെക്ക്. ഇവൻ ആരാന്ന് പറഞ്ഞ നീ കളി നീ കളി. അങ്ങനെയാണെങ്കിൽ ഞാൻ പള്ളി എടുത്ത് ഇവിടെ വെച്ച്. പള്ളിയാ? പിന്നെ ഇത് പള്ളിയല്ലേ? ഇത് ഏത് പള്ളി? ഇത് എടാ പൊട്ട, ഇത് കുരിശുപള്ളി ഒന്നല്ല, ഇത് രാജാവാണിത്. ആണോ? ആ ശരി, രാജാവ് കുരിശാവും. വേറെ മാറ്റി കളിക്കാം. വേറെ മാറ്റി കളിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആടുന്തല എടുത്ത് ഇവിടെ വെച്ചാലോ? ആടുന്തല്ലേ? എടാ ഈ രാജാവിനെ ഈ സൂപ്പടിക്കാൻ കൊണ്ടു വെച്ചിട്ട് സാധനമാണോ ഇത്? എടാ പൊട്ട, ഇത് കുതിര. ഇത് കുതിരയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെടുത്തു. എന്താ? മന്ത്രി. ഏത് മന്ത്രിയെ തുടരുന്നു. മന്ത്രി ഇതാ മന്ത്രി കളിക്കാൻ പാടില്ല. എവിടെയായിരുന്നു എന്റെ മുത്തേ? എന്റെ വിദ്യാഭ്യാസം മന്ത്രി. എന്റെ മകളുടെ ആ അഡ്മിഷന്റെ കാര്യം ഒന്ന് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് വല്ലതും നടക്കും. വീടോടെ നിന്റെ മോടെ വിദ്യാഭ്യാസക്കാരൻ ഞാൻ നന്നാക്കാരേ. ഇത് വിദ്യാഭ്യാസ മന്ത്രിയല്ല, ഇത് പിന്നാരാ? ചെസ്സിലെ മന്ത്രിയാടാ ഇത്. ചെസ്സിലെ മന്ത്രിയാണ്. ചെസ്സിൽ ദിലീപല്ലേ? ആണോ? എടാ മണ്ടന്മാരെ, ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും നീയൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരും ഭ്രാന്തന്മാരും ആണെന്ന്. ഇത്ര നേരമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഗോൾ അടിച്ചോ? ഇതിൽ ഒന്ന് നീ അടി, ഒരു ഗോളല്ലേ ഇവൻ അടി. അപ്പൊ ക്രിക്കറ്റ് അല്ലേ ഇത്? ഒരു സ്റ്റെമ്പ് കിട്ടും അവന്റെ വയറ് കുത്തി പൊട്ടിക്കാൻ. വോളിബോൾ ആയിരിക്കും അല്ലേ? ഒരു ബാറ്റെടുത്ത് അവന്റെ മുതിർത്ത് നോക്കി അടിച്ചായിരുന്നു. നീങ്ങൊന്നേ. എന്താ നീ എന്ത് മണ്ടങ്ങളിലാണ് കളിക്കണത്? എന്താ? ചെസ്സിൽ ദിലീപാ? എടാ ചെസ്സിൽ മന്ത്രി ഉണ്ട്, രാജാവുണ്ട്, റാണി ഉണ്ട്, രാജ്ഞി ഉണ്ട്, ആനയുണ്ട്. ഇത്രേ ഉള്ളൂ. ആനയുണ്ടാ? അന്ന് ആന കയറി ഞങ്ങൾ ബഹളം ഉണ്ടാക്കി. എന്താണ്? ആന കയറി ബഹളം ഉണ്ടാക്കി. ആനക്ക് മതള ഈ കളി അങ്ങോട്ട് നിർത്തിക്കേ. ആനക്ക് മതവളയെ നടക്കത്തില്ല. അവിടെ പോയിട്ട് ഗ്ലാസ് എടുത്തോണ്ട് ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് 3 ഗ്ലാസും വെള്ളമല്ലേ അടിക്കാ. എന്താണ് 3 ഗ്ലാസും വെള്ളം? അതെന്താ അവനടിക്കണ്ട് എന്ന്? എടാ അവനൊരു പൈൻ്റ് കിട്ടിയല്ലോ, ഗുമ്മാന്ന് അടിച്ചിട്ടല്ലോ. ഇപ്പൊ പോയ സ്പീഡ് ഉണ്ടല്ലോ, അതിന് സ്പീഡിൽ അവൻ ഓടും. ഞാൻ ഒരു പൈൻ്റാ മേടിച്ചിരിക്കണം. ഒരു പൈന്റ് 1/2 ലിറ്റർ പോലത്തെ സാധനത്തിൽ അവൻ തന്നിരിക്കണത്. എടാ നിന്നോട് ഞാൻ ഒരു ഫുള്ള് മേടിക്കാനല്ലേ പറഞ്ഞു? ഫുള്ള് മേടിക്കാൻ 1-ാം തീയതിയാണ് ഞാനിത് കഷ്ടപ്പെട്ട് അവൻ്റെ അടുത്ത് മേടിച്ചിട്ട് വന്നത്. അവനപ്പൊ എങ്ങനെ ഒഴിവാക്കാം? എന്ത് ഈ സാധനം കൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോ ഇത് കൊള്ളല്ലേ, ഇവനെ കാണിച്ചു പോയല്ലേ. ഇത് എന്ത്? ഒരു കാര്യം ഇവിടെ വെക്ക് സാധനം. ഞാൻ അവനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയാ പോരെ? ഐസ് ഇല്ലാണ്ട് കടിക്കാൻ പറ്റൂല. ഐസ് ഇല്ലാണ്ടല്ല, നൈസായിട്ട് ഒഴിവാക്കിയാ പോരെ? എങ്ങനെ നീ എന്റെ ഒപ്പം നിൽക്കുവാ? ഞാൻ നിൽക്കാം. ആള് വന്നിട്ടുണ്ട്. നീ കയറുന്നു. പിന്നെ ഓട്ടം ഒഴിവാക്കാൻ പോണം. ഒഴിവാക്കാൻ പോയാ ഇത് കണ്ട മോനെ ക്ലിപ്പ്. അയ്യേ, ഇത് ഇന്നലെ ഞാൻ കണ്ട ക്ലിപ്പാ, കൊള്ളൂല. ഇതെല്ലാം ഇത് കണ്ട. എന്താണ്? എന്റെ മകനെ, കേരളത്തിൽ വ്യാജമദ്യം ഒഴുകുന്നു. ഒഴുകട്ടെ, ബിവറേജ് നിന്ന് ക്യൂ നിന്ന് കഷ്ടപ്പെടണ്ടല്ല, ഒഴുകിയല്ലേ വാരിക്കോരി കുടിക്കാല്ല. അതല്ല പറഞ്ഞത്. ഇത് കണ്ട, വ്യാജമദ്യം കഴിച്ച് 2018 പേര് മരിച്ചെന്ന്. 2018 വരെ മരിച്ചാ? ഈ 1-ാം തീയതി കഴിക്കണ മദ്യമൊക്കെ വ്യാജനാന്നാണ് പറയണത്. ഇതെങ്ങനെ സംഭവം? എങ്ങനെയാണ് ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൽ കുറെ സാധനങ്ങൾ അടക്കിയിട്ടുണ്ട്. അതായത് ഇത് നോക്കി, ഇത് കണ്ട, ഈ 2018 ഇത് കണ്ട. ആദ്യം ഇത് മരിച്ചു നമ്മൾ ആരും എങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, ഈ വ്യാജൻ അടിച്ചാൽ ആദ്യം കണ്ണ് പോകും, പിന്നെ കരള് പോകും, അത് കഴിഞ്ഞ ആള് പോകും. അപ്പൊ IRDP ലോണ് പോലെയാണ്, ഘട്ടം ഘട്ടമായിട്ട് പോയി ഘട്ടോട്ട് പോകും. ഇതിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ കണ്ട. 60% ലാടഗുരു അല്ല, ലാടകുടു, ജാടുകുടു. 60% ജാടുകുടും 40% ജെമിനിറ്റും ഉണ്ട്. ജെമിനിറ്റ് ഉണ്ടോ? ജെമിനിറ്റ് ഉണ്ടെങ്കിൽ പണിയാണ്. ഈ ജെമിനിറ്റ് ഉണ്ടെങ്കിലേ, ഈ ജെമിനിറ്റ് കൂടുതൽ കയറ്റും. കാര്യം ഈ 1-ാം തീയതി വ്യാജം ഉണ്ടാക്കുന്നത് ബംഗാളികളാ. ഇവർക്ക് 1/2 പാക്കറ്റ് സിമെന്റ് ഇടാൻ പറഞ്ഞ 1 പാക്കറ്റ് സിമെന്റ് ഉണ്ടാക്കണവന്മാരായിരിക്കും. അപ്പൊ ഇവര് നേരെ ജാടുകുടിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ആള് തീർന്നു പോകും. അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ 2018 മരിച്ചു. ഇനിയിപ്പോ നമ്മള് 3 പേരും കൂടി കുടിച്ചു കഴിഞ്ഞാല് 2021 പേര് മരിക്കും. പത്രത്തിൽ വാർത്ത വരും. എന്ത് ചെയ്യടാ, നമുക്ക് പ്രശ്നമില്ലെന്ന്. എന്താ? ഇത് നമ്മുടെ സർക്കാരിന്റെ സാധനം, സ്വന്തം സാധനം, അതിനകത്ത് വിഷമില്ലെന്ന്. ഒറ്റ അടിച്ചെന്നുണ്ടല്ലോ. ഇന്ന് 1-ാം തീയതി ആരുടെ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് ഞാൻ ആ സാധനം അടുത്ത് മേടിച്ച വ്യാജനാണ്. വ്യാജനാണ് ഇത് വ്യാജനാണ്. ഈ വ്യാജനടിച്ച് കണ്ണു കളയാനും ചാകാനും ഞാനില്ല. നീ കുടിക്കണ്ട, ഞങ്ങൾ കുടിക്കൂലേ?
നിങ്ങൾ ഞങ്ങൾ കുടിക്കൂലേ? നിങ്ങൾ രണ്ടുപേര് എനിക്ക് എന്റെ അംഗനവാടിയിലെ പിള്ളേരെ പോലെയാണ് അറിയോ. നിങ്ങൾ രണ്ടിനെ കൊലക്ക് കൊടുത്തിട്ട് ഞാൻ ജീവിച്ചിരിക്കുവാണ്. സാധനം മേടിക്കാൻ പോട്ട്. നീ പോയി സാധനം മേടിക്കണം. നീ ഈ ഒരു പൈന്റിന് വേണ്ടിയാണ് നീയൊക്കെ എന്നെ ചീത്ത വിളിച്ചത്. ഈ ഒരു പൈന്റിന് വേറെ ഞാൻ നിന്ന് ചവിട്ടിയുണ്ടല്ലോ. 2 പുള്ളു വാങ്ങിച്ചിട്ട് ഒരു വിപരീച്ചെന്ന്. പിന്നെ 1-ാം തീയതി 2 ഫുള്ള് നിന്റെ പ്രൊഡ്യൂസർ ഉണ്ടാക്കി വെച്ചേക്കണം. പ്രൊഡ്യൂസറാ ഓപ്പൺ ആയിട്ട് അച്ഛനെ വിളിക്കാൻ പറ്റും. സാധനം മേടിക്കണം. ഈ 1-ാം തീയതി നമുക്ക് നാളെ ആഘോഷിച്ചാലോ? 1-ാം തീയതി അവന്റെ എടാ ഏയ് ജാടുകുടു, നിന്റെ ജെമിനിറ്റോ ഒടുക്കണു ഓടായി കിടന്നു. അതെ ഒരു ഈരലത്തോർത്ത് കിട്ടുമോ? എന്തിനാണ്? നമുക്ക് പരൽമീനെ പിടിക്കണ പോലെ ഒന്ന് പിടിച്ചാലോ അവിടെ പോയിട്ട്? അപ്പുറത്തെ വീട്ടിലെ ശങ്കരൻ ചേട്ടൻ ഡെയിലി മുള്ളണ സ്ഥലമാണത്. നിങ്ങ പോരി. എന്ത് ചെയ്യും? 1-ാം തീയതി ഇപ്പൊ മദ്യം ഇല്ലല്ലോ. മദ്യം പോയി. ഈ ചിക്കൻ കറി എടുത്ത് കഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുടിക്കും, പറ്റായിക്കോളും. അടി പ്രതീക്ഷയായിരുന്നു ഓർക്കണേ. എന്ത് ചെയ്യാനായിട്ട് കഴിച്ചേക്കിന് കിടുക്കൻ ചിക്കൻ കറിയാന്ന് 1-ാം തീയതി കൊണ്ടുപോയി കളഞ്ഞ് സാജന്റെ പ്രാക്ക് എല്ലാവരുടെ പ്രാക്കും. ദൈവമേ. ഹരഹരോ ഭിക്ഷക്കാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിച്ചക്കാരാ? ഭിക്ഷാടനോ? ആരാടാ? പണി പാളി മോനെ. എന്താ അമ്മാവനാണ്. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ കറക്റ്റാ. ഡെയിലി എനിക്ക് പണി വന്നോണ്ടിരിക്കുന്ന എന്താ പണി? പുള്ളി ഇവിടെ കയറി വന്നാ പറയും പണിക്ക് പോയില്ലേ പണിക്ക് പോയില്ലെന്ന് പറഞ്ഞ് പണിയാണ്. ഡെയിലി പണിയാണ്. ആണോ? വേറെ കാര്യമോ? പുള്ളി കർമ്മിയാണ്, മന്ത്രവാദിയാണ്. ആണോ? പുള്ളിക്ക് ഒരു പണി കൊടുക്കാൻ പറ്റും നമുക്ക്? പുള്ളിക്കൊരു നൈസായിട്ട് ഒരു കീറങ്ങോട്ട് കൊടുത്താലോ? ജാടുകുടും ജെമിനിറ്റും ആണ്. പുള്ളിനെ ഒഴിവാക്കിയ പോരെ? ഒഴിവാക്കണം. പുള്ളി എങ്ങനെ? ഞാൻ ഒഴിവാക്കി തരാം. സാധനം ഒഴിവാക്കി തരാം. നിസ്സാര സംഭവം. നീ എന്റെ ഒപ്പം നിന്നേച്ചാ മതി. ഞാൻ കൂടെ നിൽക്കണ്ടല്ലോ. നീ കൂടെ നിന്നേച്ചാ മതി. ഞാൻ റെഡിയാക്കി തന്നോളാം. ഹരഹരോ ഹരഹരാ ഹരഹരോ ഹരഹരാ. മോനെ കൊറേ നാളായി ഇറങ്ങണം ഇറങ്ങണം എന്ന് വിചാരിച്ചു നിൽക്കുക. ഇയാളെന്താ തെങ്ങിന്റെ മേളിലായിരുന്നു? മകളുടെ കല്യാണമാണല്ലോ. അപ്പൊ ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാ വരാന്ന് വിചാരിക്കുമ്പോ ഇവിടെ ആരും കാണത്തില്ല. ഇയാളെ മോഷ്ടിക്കാനൊന്നും അല്ല. നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. എന്താ പറയടാ, കൂട്ടുകാരനാണ് അമ്മാവ. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്താ അമ്മാവനാടാ? നിനക്കും അങ്ങനെ തന്നെ വേണം. ഇവിടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വിളിച്ചിട്ട് വേണം ചോറ്റാനിക്കരെ കല്യാണം വിളിക്കാൻ പോവാൻ. ചോറ്റാനിക്കര ദിനേശ് കൊച്ചേട്ടനെ വിളിക്കണ്ട? ആ ദിനേശനെ വിളിക്കുന്നുണ്ട്. എന്നാ ഞാനല്ല. എന്താ? ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല. ഞാനല്ല. ദിനേശിന്റെ നിന്റെയും കല്യാണമല്ലേ നിശ്ചയിച്ചിരിക്കുന്നത്. എന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. അല്ല, ഞാനും ദിനേശൻ കൊച്ചേട്ടൻ നമ്മൾ ചേരില്ല. ഞാൻ വരില്ല. ഞാൻ വരുന്നില്ല. നീ വരണ്ട. ദിനേശൻ വന്ന നീ വരത്തില്ല എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. തലേദിവസം ഞാൻ അവളും മോളും കൂടിയാണ് വന്നേക്കാം. തലേദിവസം വരണ്ട. കല്യാണത്തിന്റെ അന്ന് വന്ന് കവർ തന്നിട്ട് വല്ല ഞണ്ണാനുണ്ടെ ഞണ്ണിട്ട് അങ്ങനെ പോയാ മതി. അവളെന്തേ? അവള് പണിക്ക്. ആ, അവളെ പണിക്ക് വിട്ടല്ലേ? നീ എന്താ പണിക്ക് പോരുന്ന? ഞാൻ ഇപ്പോഴും പണി അന്വേഷിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം പണി അന്വേഷിച്ചിരിക്കുക. 25 വർഷം മുമ്പ് ഇവൻ എന്റെ പെങ്ങടെ മകളെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു നിനക്ക് പണി വല്ലതായോന്ന്. ഇപ്പൊ ഇവൻ പറയുവാ പണി അന്വേഷിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് പണി തരാൻ പോണെന്ന് ഞാൻ അറിഞ്ഞ. ഇപ്പോഴും പണി അന്വേഷിച്ചോണ്ടിരിക്കണം. നിനക്കൊന്ന് പറഞ്ഞു ഉപദേശിക്കാൻ വേണ്ട. ഞാൻ എപ്പോഴും ഇത് തന്നെയല്ലേ ഉപദേശിക്കണത്. ആ, നിനക്കെന്നാ പണി? എനിക്ക് ഈ മറിയും തിരിയുടെ പണിയാണ്. മറിയും തിരിയോ? ഒരുത്തിന്റെ അടുത്ത് കാശ് ഇങ്ങോട്ട് മേടിക്കും, എന്നിട്ട് അവന് കൊടുക്കും. അവന്റെ അടുത്ത് ഇങ്ങോട്ട് മേടിക്കും, ഇങ്ങോട്ട് കൊടുക്കും. ഇത് തന്നെ എന്റെ പരിപാടി. പറ്റിച്ച് തിന്നോ ഇപ്പോഴും? നീ നശിപ്പിക്കാൻ വന്നാണ്. ഇതെന്തോടാ? എന്റെ അമ്മ കണ്ടാലറിയാൻ പാടില്ല. ചിക്കനാണ്. നിന്റെ ചെക്കനെന്തേ? ചെക്കനെ ഞാൻ പണിക്ക് വിട്ടമ്മ. ആ, ചെക്കനെ പണിക്ക് വിട്ടിട്ട് ഇവൻ വീട്ടിൽ നിന്ന് ചിക്കൻ കഴിക്കുമല്ലേ? ഇതൊന്നും കഴിക്കല്ലേ. ഇഞ്ചക്ഷൻ ചെയ്യണ കോഴിയാണ്. പിന്നെ കോഴിക്ക് എന്താ പനിയാണോ? പനിയല്ല, വിഷം ചേരും. വിഷം. ഏയ്, അങ്ങനൊന്നും വിഷം ചേരൂല. കിടുക്കൻ സാധനം. കിടുക്കൻ സാധനം. അമ്മാവനെ ഗിരിരാജൻ കോഴിന്ന് അറിയാവാ? പിന്നെ കോഴികളുടെ രാജാവല്ലേ? ഒരു പീസ് എടുത്ത് അടിച്ചു. എനിക്ക് വേണ്ട, എനിക്ക് വൃതാണ്. എന്താ പറ്റി? ഞാൻ പള്ളിക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കുക. അയ്യോ, ഞാനും പെണ്ണും പിള്ളേം കൂടെ പള്ളിക്ക് പോണു. അല്ല അമ്മ, ഇപ്പൊ അമ്മ വന്ന സ്ഥിതിക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ അവളില്ല. ആ കൂടിയുള്ള ഇത് മാത്രമല്ല. അമ്മ വേണമെങ്കിൽ എടുത്ത് കഴിച്ചു. കിടുക്കൻ ചിക്കൻ കറിയാ. വ്രതം തെറ്റിക്കാൻ എനിക്ക് പറ്റില്ല. ശരിയാണ്. മൃതം തെറ്റിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് അമ്മാവൻ എന്ന് പറഞ്ഞ കൃത്യനിഷ്ഠയുള്ള ആളാണ്. ഞാൻ കുഞ്ഞിലെ ഒരു പള്ളിക്ക് പോവാണ്. 101 തവണ പള്ളിക്ക് പോക്കുള്ള നേർച്ചയുണ്ട്. അതല്ലേ? വേണ്ട വേണ്ട. മോനൊന്നും നോയമ്പായതുകൊണ്ടാണ് കഴിച്ചത്. വേണ്ട വേണ്ട വേണ്ട. നീ ഒരു മണി നേരത്തെ കഴിക്കും. ഞാൻ കഴിക്കാൻ സാധനം ഇപ്പുറത്തെ പീസ് എടുത്തേ. ഇപ്പുറത്തെ ആ എല്ല് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ എടുത്തേ. ശരീരം പോരട്ടെ. ഇതല്ലേ? ഈ ചിക്കൻ കഴിച്ചപ്പോണ്ടല്ലോ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. വിഷമാണെന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ടല്ല പറഞ്ഞത്, നല്ല ടേസ്റ്റ് ആണെന്ന്. ഒരു ചെറിയ പീസ് ഒരു പീസ് കഴിക്കുന്ന ഒരു പീസല്ലേ എന്റെ അമ്മാവാ. അമ്മാവനോട് പീസ് കാണാനല്ല പറഞ്ഞ, പീസ് കഴിക്കാനാ പറഞ്ഞത്. എനിക്ക് വേണ്ട. വേണ്ട വേണ്ട. ഇത് നല്ല സാധനമാണ് കേട്ടോ. ഈ പീസ് അല്ല, ഞാൻ ഈ കാലെടുത്തോളാം. കാല് അവസാനം കഴിക്കണം. കാലാവസ്ഥ ഞാൻ അമ്മാവനെ കൊണ്ട് കാല് കഴിപ്പിക്കാം. കാല് കഴിപ്പിക്കാം. ഞാൻ നിന്റെ ഒപ്പം നിൽക്കാം. നീ കൊടുത്തു.
അമ്മാവോ ആ. കാല് പിടി. എനിക്ക് വേണ്ട. നിന്റെ കാല് പിടിക്കാനാ? എന്റെ കാല് പിടിക്കാനല്ല പറഞ്ഞത്, ഈ ചിക്കന്റെ കാലൊന്നും പിടിക്കണ്ട. പിടിക്കമ്മാവാ. ഇല്ല. നല്ല സാധനം. ഏ? അമ്മായി ഒന്നും അറിയൂല, പറയൂല. കൊള്ളാല്ല. ഞാൻ എന്റെ മരുമോനും കൂടെ ഈ കാലിന്റെ തീരുമാനമായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഇടക്കേറി പിടിക്കണോ നീ? കൊള്ളല്ല. അമ്മാവൻ കഴി. ഞാൻ നോക്കൂല, മൂത്ത് നോക്കൂല. അമ്മാവനത് പിടിച്ചേ. പിടി വിട്. പിടി വിട്. പിടിക്കമ്മാവാ. നീ വിട്ടാലേ കാലെടുക്കാൻ പറ്റുള്ളൂ. ഇവൻ ഗിരിരാജനല്ല, ഇവൻ നടരാജനാ. മനോജേ, പൊളിഞ്ഞു പൊളിഞ്ഞ് വ്രതം പൊളിഞ്ഞ്. വ്രതം പൊളിഞ്ഞു. വ്രതം പൊളിഞ്ഞു. അമ്മാവന്റെ വ്രതം പൊളിഞ്ഞു. അല്ല, നീ വൈഫിന്റെ ഒക്കെ പറയില്ലല്ലോ. വൈഫിന്റെ ഒക്കെ പറയില്ലല്ലോ. അമ്മാരുടെ അടുത്ത് ഞാൻ പറയൂല, പക്ഷെ ഇവൻ പറയും. ഞാൻ പറയൂല്ല. നിനക്കറിയാവോ ഇതിനെ? അറിയോ അന്ന്? ഇല്ലെങ്കിൽ ഞാൻ തെരഞ്ഞു പിടിച്ച് കാണിക്കും. ഞാൻ ഫേസ്ബുക്കിലെ ഫ്രണ്ടാണ്. അല്ല, സകലം കളിച്ച കുഴപ്പമില്ലല്ലോ. ഇത് കുഴപ്പമാണ്, കുഴപ്പമാണ്. എനിക്കിപ്പോ അതല്ല തമാശ. അമ്പലത്തിലെ കർമ്മിയാണ് നോയമ്പും തെറ്റിച്ച്. അയ്യോ, അത് പ്രശ്നമാണ് കേട്ടാ. ഭരചന്ദ്ര, ചന്ദ്രനാ? മോനെ ഭരചന്ദ്ര, ഒന്ന് മാറിക്കോ. ഭരചന്ദ്ര, ഭരചന്ദ്രനാ? എന്റെ ഭരചന്ദ്രനെ കണ്ടായിരുന്നോ? സുരേഷ് ഗോപിയുടെ ഭരചന്ദ്രനാണോ? അയ്യോ അതല്ല, ഞാൻ പൊന്നിപ്പുരത്തി വളർത്തുന്ന എന്റെ കോഴി ഭരചന്ദ്രൻ. കോഴിയുടെ പേരാണ് ഭരചന്ദ്രൻ. തന്റെ പേരെന്താണ്? പിങ്കി. മനുഷ്യനിടുന്ന പേര് കോഴിക്കും, കോഴിക്ക് ഇടുന്ന പേര് മനുഷ്യനും. എന്റെ പെങ്ങളുടെ കോഴി ഇവിടെ വന്നിട്ടില്ലാട്ടാ. അയ്യോ, ഞാൻ രാവിലെ തുടങ്ങി അന്വേഷിച്ചോടൊക്കെ ഇതുവരെ ഒന്ന് കാണാൻ പറ്റിയില്ല. എവിടെയാണെന്നൊന്ന്. കോഴിനെ കാണാനില്ലേ? ഇല്ല. കോഴി ഞാൻ കണ്ടുപിടിച്ചെന്നാലോ? എങ്ങനെ? എങ്ങനെ? എനിക്ക് മന്ത്രം അറിയാലോ. അമ്മാവന് വേറെ പണിന്നല്ല, കോഴി അപ്പുറത്തെ പറമ്പിലെങ്ങാനും ഉണ്ടാവും. എടാ, നീ മിണ്ടാരി. നീയാ പണിക്ക് പോലെ, ഞാൻ ഒരു പണിയെടുത്ത് കാശുണ്ടാക്കട്ടെ. പെങ്ങൾക്ക് വേറെ പണിന്നില്ല, അന്ധവിശ്വാസം. നീ മാറ. അമ്മാവൻ അത് കണ്ടുപിടിച്ചു കൊടുക്കട്ടെ. ആ പെണ്ണ കോഴിനെ കണ്ടുപിടിച്ചു കൊടുക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കുന്നേ. നിനക്കെന്താ? കണ്ടുപിടിച്ചു തരാം. ഇങ്ങോട്ട് വാ, പെണ്ണിങ്ങോട്ട് വാ. ഒരു കാര്യം ചെയ്യ്, ഓടിപ്പോയി ആദ്യം കാണുന്ന കുളത്തിൽ മുങ്ങി ഈറിനായിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് കോഴിനെ കണ്ടുപിടിക്കാം. ഓടിപ്പോയി ആദ്യം കാണുന്ന കുളത്തിൽ മുങ്ങി ഈറിനായിട്ട് ഇങ്ങോട്ട് വാ. അതായത് ഇങ്ങനെ നനഞ്ഞിട്ട് ഈ നൈറ്റൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കണം അല്ലേ? അമ്മാവ കോഴിനെ കണ്ടുപിടിച്ച് തരാനാ പറഞ്ഞ, അല്ലാണ്ട് കോഴിത്തര എടുക്കാനല്ല. എന്നൊരു കാര്യം ചെയ്യ്, ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുകൊല്ലാൻ പറ്റുമോ? ഞാനും ചെല്ലും. ഞാൻ കൂടുതൽ എന്റെ അമ്മാവ് അതൊന്നും വേണ്ട, വെറുതെ എന്തിനാണത്? കോഴിനെ കണ്ടുപിടിച്ചു ഇയാൾക്ക് എന്താണ്? അമ്മാവൻ കണ്ടുപിടിക്കും. ഓം 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 പ്രജല 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 ചടച്ചട 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 അമ്മാവാ, നിനക്ക് ചായ കാപ്പിയാ? എന്തൊക്കെയാണ് കാണിക്കണത്? മന്ത്രം പൊളിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കോഴി ഇവിടെ ഒന്നുമില്ല, അപ്പുറത്ത് വീട്ടിൽ ആരെങ്കിലും എടുത്ത് കറി വെച്ചിട്ടുണ്ടാവും. എന്റെ പെങ്ങൾ ഒരു കാര്യം പറഞ്ഞത്, ഇന്ന് 1-ാം തീയതി ആരെങ്കിലും പിടിച്ച അതിനെ കൊന്നു കാണുമെന്ന്. അങ്ങനെ കൊന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അവന്മാർ അനുഭവിക്കും. എന്താ അനുഭവിക്കാൻ? ഞാനേ എന്റെ ചാത്തന്മാർക്ക് നേർച്ച വെച്ച കോഴികൾ ആരാണെങ്കിലും ഭ്രാന്ത് പിടിച്ച് തലേ ചെമ്പരത്തിപ്പൂം വെച്ച് ഇവിടെ കിടന്ന് ഓടി ചോര തുപ്പണ ഞാൻ കാണും. എനിക്ക് എന്താണെങ്കിലും എന്റെ കോഴീനെ കിട്ടണം. കോഴിനെ കിട്ടിയാ പറയട്ടോ. കോഴിനെ കിട്ടിയ പറയാം ഞങ്ങള്. ഞാൻ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിലാണ്. എന്താ അന്ധവിശ്വാസമാണല്ലോ ഇതൊക്കെ. പിന്നല്ലാണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമൊന്നുമല്ല, അനുഭവമുണ്ട്. ഞങ്ങളുടെ വീടിനടുത്ത് ഇതേപോലെ ചാത്തന്റെ ഒരു കോഴിനെ കറച്ച് ചെയ്തിട്ട് ഭ്രാന്തം പിടിച്ച് ചോര ഛർദ്ദിച്ച് മരിച്ചുപോയി. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവൂല്ലേ? നീ എത്ര പീസ് കഴിച്ചായിരുന്നു? ഞാൻ ടെസ്റ്റ് ചെയ്തേ. ഞാനും ചെറുതല്ലേ കഴിച്ചോളൂ. നീ ചെറുതാണ് കഴിച്ചത്. അപ്പൊ ഇത് ആരാണ് ഇത്രയും തിന്നോണ്ടിരിക്കുന്നത്? ഏറ്റിക്കൊണ്ടിരിക്കണ്ടല്ലോ. അമ്മാവനാണ്. അമ്മാവോ, ഒരുപാട് കഴിക്കണ്ടേട്ടാ. എന്തായാലും ഇത് അവളുടെ കോടിയല്ലോ, അവളുടെ കോടിയല്ലോ. അവളുടെ ഭരചന്ദ്രനാണ് കിടക്കണം. വീട്ടിൽ വന്നപ്പോഴേ കറി വെച്ച് ഞാനത് ഞങ്ങൾ തിന്നോണ്ടിരിക്കണ സമയത്ത് അമ്മാവൻ വന്ന് വ്രതം തെറ്റിച്ചാ. അവളുടെ കോഴി ഇപ്പൊ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ചോര ശുപ്പിച്ച് നടക്കുമല്ല. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിക്കാത്തതാണല്ലേ. എന്താ അന്ന് അന്ധവിശ്വാസം. ഒരു പണി കൊടുക്കും. അത് അന്ധവിശ്വാസ. ദൈവമേ ദൈവമേ, കർഷകൻ എനിക്ക് ഭ്രാന്ത് വല്ല. ദൈവമേ 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 വിഷ്ണു ദൈവമേ രക്ഷിക്കാൻ എനിക്ക് ഭ്രാന്ത് വല്ല. ദൈവമേ 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 രക്ഷിക്കാൻ എനിക്ക് ഭ്രാന്ത് വല്ല. ദൈവമേ 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 എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. ഞങ്ങൾക്കൂല്ലല്ലോ. അവനെ നിങ്ങൾ ചിരിച്ചോ? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ചിരിച്ചല്ലോ. നിങ്ങളിപ്പോ ചിരിക്കുന്ന ഞാൻ കണ്ടല്ലേ? നീ ചിരിച്ചാർന്ന? ഞാൻ ചിരിച്ചില്ല. ഇത് എന്ത് കഷ്ടം. തുപ്പല്ലേ തുപ്പല്ലേ തുപ്പല്ലേ.
അമ്പലത്തിലെ കർമ്മിയാണെന്ന് പറഞ്ഞ് വൃത്തിയാണ് നടക്കുക. എന്താണ് നീക്ക് അമ്മാവന് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ? മോഹം ഇങ്ങനെ എന്റെ മുഖത്തോ കൂടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി. എവിടെ? നല്ല ഇതെന്തോ നല്ല കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഭ്രാന്തായി. കോഴിയുടെ സംഭവം ഇതെന്താണത്? എങ്ങനെ തുള്ളിച്ചാടി വന്ന മനുഷ്യനാണല്ലേ. കല്യാണം വിളിക്കാൻ വന്നല്ലേ? എടാ ഉണ്ണി, ആ ഇവിടെ നിന്ന് വെച്ചാൽ കാർന്നവരാരാണ്? എന്റെ അമ്മാവനാണ്. എന്ത് അങ്ങേർക്ക് വല്ല പ്രാന്തണ്ടാ? ഞാനവിടെ ഉണക്കായിട്ട് നെല്ല് മൊത്തം വന്ന് കൊത്തി തിന്നിട്ട് ഇപ്പൊ എന്റെ കോഴിക്കൂട്ടി കയറി കിടക്കണ്. ഞാൻ ഇറങ്ങാൻ പറഞ്ഞപ്പോ പറയണേ ഞാൻ മൊട്ടയിലായിരിക്കണേണെന്ന്. വേറൊന്നുമല്ല. ഇന്ന് രാവിലെ ഭരചന്ദ്രനോട് വന്നിരുന്നു. അവൻ എല്ലാ ദിവസവും വരാറുണ്ട്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവൻ ഷിറ്റിട്ട് അപ്പൊ ഞാൻ കല്ലുകൊണ്ടൊരു ഷിറ്റിട്ട് സാധനം അപ്പൊ തന്നെ തീർന്ന് ഞാൻ കറി വെച്ച് കഴിച്ച് അമ്മാവനെ കുറെ തിന്ന് അമ്മാവന് തലയ്ക്ക് ഭ്രാന്തായതാണ്. ഭ്രാന്ത് പിടിച്ചാണ് എന്റെ ഭരചന്ദ്രന. ഞാനിപ്പോ വീട്ടിലേക്ക് വന്നപ്പോ അവൻ കോഴിക്കോടിന്റെ ഫ്രണ്ടിൽ നിൽക്കണം. അവന് കയറാൻ പറ്റണ്ടേ? എന്നാ കേറാൻ പറ. എങ്ങനെ കയറാൻ? നിങ്ങളുടെ അമ്മാവനൊന്ന് ഇറങ്ങണ്ടേ? അയാൾ അതിനകത്ത് കയറിയിരിക്കണം. അമ്മാവന് ശരിക്കും ഭ്രാന്താണ്. അപ്പൊ എനിക്ക് ആകെ ഇടങ്ങറാണ്. നീ ഇങ്ങോട്ട് വന്നേ. എന്താണ്? അമ്മാവന് എന്ത് കാര്യത്തിന് പോണെന്നാ പറഞ്ഞത്? ചോറ്റാനിക്കരെ പോയിട്ട് കല്യാണം വിളിക്കണം പറഞ്ഞായിരുന്നു. ഇപ്പൊ പോയ 2 കാര്യം നടക്കും. എന്താടാ? കല്യാണം വിളിക്കുക, ഇയാളുടെ ബാധ്യത ഒഴിവാക്കാം. ഈ ബാധയിൽ മാറ്റം വല്ല വകുപ്പുണ്ടോ? നീ അങ്ങോട്ട് വിളിച്ചിട്ട് ആവാഹിച്ചിട്ട് പൊക്കോ. ഞാൻ കൊണ്ടുപോളാം. താനെന്തിനാണ് കൊണ്ടുപോണത്? എന്റെ ഭരചന്ദ്രൻ ഒരു കൂട്ടായല്ല. എന്നാ കൊണ്ടുപോവാ. എന്തൊരു കഷ്ടമാണ്. ഒരു കോഴി കഴിച്ച് ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അങ്ങനെ സംഭവിക്കില്ലെന്ന് പേടിച്ച ചുമ്മാ. ഈ വെള്ളൂരിന്റെ വീട്ടിലെ കോഴിയെ നമ്മുടെ മുറ്റത്ത് വരുമ്പോൾ പിടിച്ച് കറി വെക്കുക എന്ന് പറയുന്നത് വളരെ മാന്യമായി നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടപാടായിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? പണ്ടൊക്കെ നാട്ടുപുറത്തൊരു സ്ഥിര സംഭവമായിരുന്നില്ല ഈ കോഴിക്കള്ളന്മാര്. പിന്നെ നമ്മുടെ പറമ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോഴിയാണെന്നുള്ള വെപ്പ്. ഇതെല്ലാം സംഭവം അടിപൊളിയായിരുന്നു. അവസാനത്തെ വരവും അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്ത് പറയുന്നു വിനിച്ചേട്ടാ? തനിയാവർത്തനം സിനിമയുടെ കോമഡി ആവിഷ്കാരം അല്ലേ? 4 സംഭവമുള്ളത്. പണ്ടത്തെ സ്ഥിരം പരിപാടിയായിരുന്നു. നമ്മളൊരു കടയിൽ നിന്ന് കാശ് കൊടുത്ത് കോഴീനെ മേടിച്ച് കഴിക്കണതിൻ്റെ ടേസ്റ്റ് അതിലും കൂടുതൽ ടേസ്റ്റാന്ന് തോന്നി ഈ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട്. പണ്ടൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കഴിച്ചിട്ടുണ്ട്? ഇല്ലില്ല, കോഴീനെ കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് കൂടുതലാന്ന് പറഞ്ഞേ? പിന്നെ ഊഹിച്ചതാ. ചില രുചികൾ സ്വന്തം നാവിലേക്ക് വേറെ ആൾക്കാർ കഴിക്കുന്നത് ആഹാരത്തിന്റെ രുചി സ്വന്തം നാവിലേക്ക് ആവാഹിക്കാനുള്ള കഴിവ് ഈ മനുഷ്യനുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് കോഴികളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പറമ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് ആ കാലമൊക്കെ അങ്ങ് മാറി. അങ്ങ് ഇപ്പം അടുത്ത പറമ്പിലേക്കൊന്നും കോഴി അങ്ങനെ വരാറില്ല. വളരെ ഗംഭീരമായിരുന്നു. സൂപ്പർ ഒരു സ്കിറ്റായിരുന്നു. നല്ല സംഭവമായിരുന്നു. നമ്മൾ ഏറ്റവും ഈ സ്കിറ്റിന്റെ ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ കോഴി തന്നെ ആയിരിക്കും എന്നായിരിക്കും പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനകത്ത് വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ കോഴി അവിടെ വന്നു ഇപ്പോൾ ഉണ്ട്. ഈ പുള്ളിക്കാരൻ അതിനകത്ത് ആ കോഴി കയറാൻ പറ്റാത്തത് കൊണ്ട് കയറാൻ പറ്റാതെ ഈ പുള്ളിക്കാരൻ അതിനകത്ത് കോഴിയായിട്ട് പോയി കിടക്കുന്നു. പറഞ്ഞതുപോലെ പറഞ്ഞ് ഭ്രാന്തനാക്കി. പക്ഷേ ഇപ്പൊ മനസ്സിലായി ഭ്രാന്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും. ഒരു മനുഷ്യനെ മാനസിക നില തെറ്റിക്കാനും സ്വയം തെറ്റുന്നതും തെറ്റിക്കുന്നതും ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. അതായത് നല്ലതായിരുന്നു. സുനീഷ്, അർത്തുങ്കൽ സുനി, വിനോദ്, ഷജീർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മുടെ ജയനുണ്ടല്ലോ, ജയനായിട്ട് വന്ന ആളിനെ കുറിച്ച് എനിക്കറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് ഫിഗർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പം അത് മേക്കപ്പ് ഇല്ലാതെ വന്നതുകൊണ്ടാണ് ജയൻ അല്ലാന്ന് നമുക്ക് തോന്നിയത്. പക്ഷെ അത് കറക്റ്റ് ജയൻ തന്നെയാണ്. അടിപൊളി, സൂപ്പർ. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമായോ അവരുടെ സ്കിറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? നമുക്ക് 4 stars ആണ്. ഇവരുടെ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബിനു ചേട്ടനെ ഉല്ലാസ് എന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
വൺ മാൻ ഷോ ആണ്. ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു സനോജ് ശ്രീകാര്യം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാനുള്ള Okay. ശ്രമത്തിലാണ്. ശരി, അപ്പൊ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താണ് സനോജിന്റെ കയ്യിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത്. പഴയതും പുതിയതുമായിട്ടുള്ള കുറച്ച് താരങ്ങളുടെ ശബ്ദമാണ്. ഓക്കെ. അതിലാദ്യമായിട്ട് മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച വില്ലൻ ശ്രീ ജോസ് പ്രകാശ്, അദ്ദേഹത്തിന്റെ 2 മോഡുലേഷനാണ്. ഒന്ന് അദ്ദേഹം വില്ലനായിട്ട് വരുന്നതും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഏജ് ആയിട്ട് ദേവാസുരം ചെയ്യുന്ന ആ ഒരു വേരിയേഷനും. അതിലാദ്യം നമുക്ക് വില്ലനായിട്ട് വരുന്ന ഒരു ഹലോ മിസ്റ്റർ രാജൻ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വെൽ, ഒരു കപ്പൽ നിറയെ വൈരങ്ങളുമായി മിസ്റ്റർ ഡഗ്ലസും പാർട്ടിയും കൊച്ചി തുറമുഖത്തുണ്ടാവും. ആ വൈരങ്ങൾ നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഞാനും നീയും കോടീശ്വരന്മാരായി തീരും. അതല്ല, എന്നെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എൻ്റെ മുതല കുഞ്ഞുങ്ങളുടെ ഇര നീ തന്നെ ആയിരിക്കും. ഓർമ്മയിരിക്കട്ടെ. താങ്ക് യു. അടിപൊളി. ഇനി അദ്ദേഹം കുറച്ച് ഏജ് ആയിട്ട് ദേവാസുരം ചെയ്യുന്ന ആ ഒരു മോഡുലേഷൻ. അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. പക്ഷേ എൻ്റെ ധർമ്മം കൊല്ലങ്ങളായി കോലോത്ത് ഉപ്പും ചോറും തിന്നുന്നു. എനിക്കറിയാവുന്നതൊക്കെ എന്നോട് തന്നെ മണ്ണടിഞ്ഞോട്ടെ. പക്ഷേ ഒന്ന് കുഞ്ഞ് ഓർക്കണം, എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാൾ തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ. പ്രാർത്ഥിക്കുക ആത്മശാന്തിക്കായി. താങ്ക് യു. ഇനി അടുത്ത എന്താണ്? സ്ഥിരം പോലീസ് കഥാപാത്രങ്ങളുടെ ഏറെ ശ്രദ്ധേയനായ ശ്രീ KPSC അസീസ്. ഓക്കെ. ആഹാ, പണിക്കര് സാറൊന്ന് ചുമ്മാതിരിയെന്ന് പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ ആ ചാക്കോച്ചി 1-2 മണിക്കൂറിനകം കടയാടി ബാബിയും തമ്പിയും ബാംഗ്ലൂരിൽ നിന്ന് എത്തും. പിന്നെ ആ കളി തിരുമേനി കണ്ടോ? ചിയേഴ്സ്. ഇനി അടുത്തതായിട്ട് പുതിയ തലമുറയിലേക്ക് വരാം. അതില് നോബി ചേട്ടന്റെ വോയിസ് ആണ്. നോബി ചേട്ടൻ സ്കിറ്റ് ചെയ്യുന്നൊരു വോയിസ് ആണ്. സാബുവാടാ, എടാ നമ്മളെ അച്ഛൻ മരിച്ചിട്ട് രാവിലെ 6:30 നീ എപ്പോൾ വരുവാടാ? 7:30. എടാ അണ്ണാ, നീ വരുമ്പോഴേ ഒരു 22 TV കൊണ്ടുവരണേ. എടാ വീട്ടിൽ ഇരുന്നത് കംപ്ലൈൻ്റ് എടാ. ടി വി നീ വലുത് കൊണ്ടുപോവാ. എൻ്റെ അമ്മയുടെ യവൻ വന്നിട്ട് ചിരിക്കാറുണ്ട്. അടുത്ത രമേശ് പിഷാരടി ചേട്ടൻ വേദിയിൽ എന്ന് പറയുന്നു. ഇവിടം നാട് പോലെയായി. പണ്ടൊക്കെ ജലന് തുറന്നു കഴിഞ്ഞാൽ മഴയും മഞ്ഞുതുള്ളിയൊക്കെ കാണുന്നു. നാട്ടിൽ 40-42 ഡിഗ്രി ചൂട് സുഖമായിട്ടുണ്ട്. പണ്ടൊക്കെ ആവി പഠിക്കണമെങ്കിൽ കമ്പിളി ഇട്ട് പുതയ്ക്കണമായിരുന്നു. എന്നാൽ ഇന്ന് അല്പം വിക്സ് എടുത്ത് നെറ്റിയെ പുരട്ടിയാൽ മതി, നന്നായിട്ട് ആവി പഠിക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം കോമഡി മസാലയുടെ ഫ്ലോറിൽ വരാൻ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും നന്ദി, നമസ്കാരം. അടിപൊളി. ഇനി നമ്മുടെ പുകവലിക്കെതിരെ ശബ്ദം നൽകുന്ന ഗോപൻ സാറ് അപ്പാനി രവിയുടെ ഡയലോഗ്, അതായത് അങ്കമാലി ഡയറീസിലെ, അത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ശ്രദ്ധിക്കാം. ഗോപാല, നീ കേന്ദ്ര സർക്കാരിന്റെ തോട്ട കണ്ടിട്ടുണ്ടോ? ഇതാണ് തോട്ട. നീ ഇത് ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല. നിനക്ക് തോട്ടയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 6943 ഡയൽ ചെയ്യൂ. ഈ സേവനം തികച്ചും സൗജന്യമാണ്. അടുത്തതായിട്ട് ലേലം എന്ന ചിത്രത്തിലെ വീരപാണ്ഡി കൗണ്ടറായിട്ട് വേഷം ചെയ്ത വിനു ചക്രവർത്തിയുടെ വോയിസ്. തങ്കച്ചി വരദക്ഷിണ തർക്കൊല എന്ന നാടകമാടാ. ഡേയ്, ആനക്കാട്ടിൽ ഈ പച്ചം പുള്ളേനാ ഇപ്പടി റോസക്കാരനായിരിക്കണം. ഡേയ് കണ്ണാ, தேவைப்பட்ட அளவுக்கு സ്പിരിറ്റ് എടുത്ത് പോങ്കട ചെല്ലോ. ഇനി വിജയുടെ വോയിസ്. വിജയ്, ഇളയ ദളപതി വിജയുടെ ശബ്ദം. லவ்ன்றது காலேஜில் லைப்ரரி படிக்கணும் புக்ஸ் மாதிரி. அது யாருக்கு வேணா படிக்கல. எங்க வைக்கிற எப்படி என் பேச்சு மட்டும் சைலண்டா இருக்கும். ஆனாடி സാറാ വെടി. അടിപൊളി. വിജയ് പൊളിച്ചു. സൂര്യൻ കൂടെ വേദിയിൽ വിജയ് വന്ന സ്ഥിതിക്ക് സൂര്യൻ കൂടെ വരുന്നതാണ് എൻ്റെ ഒരു ഗുമ്മ്. അതാണ്. எல்லாருக்கும் வணக்கம். லகு சூர்யா பேசுறேன். இது மலையாளிங்க, எனக்கு ரொம்ப பிடிக்கும். எல்லாருக்கும் என்னோட வணக்கம், நன்றி. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇതായിരുന്നു സനോജിന്റെ കയ്യിൽ നമുക്ക് വേണ്ടി തരാനുണ്ടായിരുന്നത്. എന്ത് പറയുന്നു ബിനിച്ചേട്ടാ? സനോജ് പ്രൊഫഷണലായിട്ട് ഇതാണോ പരിപാടി, അതോ? ഇല്ല, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സർവീസ് ടെക്നീഷ്യൻ ആണ്. ആണല്ലേ? പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ മിമിക്രി ചെയ്യുന്നു. ആണല്ലേ? എന്തായാലും തികഞ്ഞ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ചെയ്യുന്ന ലാഘവത്തോടെയാണ് എല്ലാ സ്റ്റാറും സനോജ് ചെയ്തത് കേട്ടോ. അടിപൊളി. താങ്ക് യു. ഏതെങ്കിലും ട്രൂപ്പിൽ ഈ വർഷം തിരുവനന്തപുരം നർമ്മകല ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ ചെയ്യുന്നുണ്ടല്ലേ? അതെ. ആ, കൊള്ളാം. കലയോടൊപ്പം തന്നെ ജോലിയോടൊപ്പം തന്നെ നമ്മൾ കലാപ്രവർത്തനം നന്നായിരിക്കും. ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നതും കലാഫീൽഡിൽ നിൽക്കുമ്പോഴുള്ള സുഖമായിരിക്കും അല്ലേ? തീർച്ചയായും. അപ്പോൾ എന്തായാലും നല്ല സ്റ്റാറുകളായിരുന്നു എല്ലാം. വിജയൊക്കെ എടുത്തത് വിജയ്, സൂര്യ,
വിനു ചക്രവർത്തി അല്ല ചെയ്തതെല്ലാം തന്നെ നല്ല സ്റ്റാറുകളായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. ഓക്കെ, സന്തോഷം. ഇല്ല ചേട്ടാ. സനോജ് തകർത്തു. താങ്ക്സ് ചേട്ടാ. ടെൻഷൻ ഉണ്ടല്ലേ, അതൊന്ന് കുറച്ചാൽ ഗംഭീരമാകും. താങ്ക്സ് ചേട്ടാ. അത് ട്രൈ ചെയ്താൽ മതി, നടക്കും. താങ്ക് യു. അടിപൊളി. ഓക്കെ സനോജ്, താങ്ക് യു സോ മച്ച്. അശ്വതി, ഞാൻ അശ്വതി എന്ന് കാണാനായിട്ട് വന്നതാണ്. അശ്വതിയോ? ആ, ഇവിടെ ഞാൻ ഉല്ലാസാണ്. ഉല്ലാസാണ്. അശ്വതി അതാണ്. ഞാൻ അശ്വതി എന്ന് കാണാനായിട്ട് വന്നതായിരുന്നേ. ഒരു കാര്യം ഇങ്ങനെ പറയാനായിട്ട്. എന്ത് കാര്യ? അല്ല, ഞാൻ എല്ലാ എപ്പിസോഡും കാണും കേട്ടോ. അതുകൊണ്ടായിരിക്കും ഉല്ലാസേട്ടനെ പോയി അശ്വതി എന്ന് വിളിച്ചത്. ഞാൻ അങ്ങനെ ഉല്ലാസിനെ അശ്വതി എന്ന് വിളിച്ചതല്ല. ഉല്ലാസിന്റെ നാളെ അശ്വതി ആണോ എന്ന് ചോദിച്ചതാണ്. ചോദിച്ചില്ലല്ലോ. വിളിച്ചേട്ടനോട് ചോദിക്കേണ്ട കാര്യമില്ല. ഭരണിയാ നമുക്ക് കാണുമ്പോഴേ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ചോദിച്ചില്ല, അത്രേ ഉള്ളൂ. എല്ലാ എപ്പിസോഡും ഞാൻ കാണും. എനിക്ക് നല്ല ഇതാണ്. അശ്വതി അല്ല, ഇഷ്ടമാണെന്ന് പറയാറില്ല അങ്ങനെ. അപ്പൊ ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് വന്നായിരുന്നു. എന്താണ് പറഞ്ഞോളൂ. അശ്വതിയുടെ കാർ ഏതാണ്? എന്റെ കാറോ? ക്രീറ്റ. ക്രീറ്റ. ചതിച്ച്. എന്തൊരു ചതിയാണ് നിങ്ങൾ കാണിച്ചത്. ഞാൻ ഇനി എന്ത് പറയും? ഞാൻ മാത്രമാണോ ചതിക്കപ്പെട്ടത്? ഒരു പാവപ്പെട്ട കുടുംബം ചതിക്കപ്പെട്ടു. പ്രശ്നം എന്താ? പ്രശ്നം മറ്റൊന്നുമല്ല. ഞാനൊരു പെണ്ണ് കാണാനായിട്ട് പോയി. പെണ്ണ് കാണാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അശ്വതിയുടെ ഡ്രൈവറാണ്, ഓടിക്കാറാണ് അശ്വതിക്ക്, ഓടിക്കാർ ഓടിക്കുന്ന ഡ്രൈവറാണ് ഞാൻ, അശ്വതിയുടെ ഡ്രൈവറാണ് ഞാൻ, വിശ്വസ്തനായ ഡ്രൈവറാണെന്ന് പറഞ്ഞ് ഞാൻ സ്ത്രീധനം കൂടുതൽ പറഞ്ഞ് അവിടെ പോയി പെണ്ണ് ഉറപ്പിച്ച്. അപ്പം നിങ്ങൾ ഈ ക്രീറ്റയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ചതിക്കും. അമ്മ നിങ്ങൾക്കറിയാവോ, സത്യം ഇരുന്ന് കിണിക്കാനല്ല ഞാൻ പറഞ്ഞ പ്രയാസം കൊണ്ട് പറയുന്നതാണ്. ഞാൻ 95 പെണ്ണ് കണ്ട്, ഇതുവരെ പെണ്ണിന് ഒന്നും നടന്നിട്ടില്ല മോനെ, സത്യം. എല്ലാ വീട്ടിലും ഞാൻ കയറി ഇറങ്ങി മധുരപലഹാരങ്ങൾ തിന്ന് എല്ലായിടത്തും. ഒരു നാണോ മാനം വേണ്ട, എന്നാലും ഞാനങ്ങ് പോയി. പെണ്ണ് കെട്ടണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്, ഒരു ചിന്ത കൊണ്ട് ഞാനങ്ങ് പോയതാണ്. അവിടെ തിന്നതിൻ്റെ ലഡുവും പിന്നെ ജിലേബി എല്ലാ വീട്ടിലും കൂടുതലും കിട്ടുന്നത്, അതെല്ലാം ഞാൻ തിന്ന്. ഇപ്പം ഷുഗർ ഉണ്ടോ എന്നൊരു സംശയം. ഇതിപ്പോൾ 96ാമത്തെ പെണ്ണെല്ലാം ഓക്കെ ആക്കിയതാണ്. അതാണ് ഇപ്പം എന്നിട്ട് ഈ ചതി കാണിച്ചത്. ആ കാറൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഓടിയാക്കി എൻ്റെ കല്യാണം അങ്ങ് നടന്നേനെ. എന്റെ പൊന്നേട്ട, നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര വലിയ കാർ മേടിക്കാനുള്ള പൈസ നിങ്ങളുടെ ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഞാൻ നിങ്ങളെ ഡ്രൈവറായിട്ട് എടുക്കുന്നു? അയ്യോ, അതാക്കും. അതിന് പേടിക്കണ്ട, എന്നെ ഡ്രൈവർ ആക്കും. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ശൈലിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ എന്നെ തീർച്ചയായിട്ടും എടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ പോയി അങ്ങനെ പെണ്ണ് കണ്ടത്. എനിക്ക് ഉറപ്പുണ്ട്. എന്താ നിങ്ങളുടെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും കണക്കല്ല. ഞാൻ നല്ല സുന്ദരമായിട്ട് വണ്ടി ഓടിക്കും, അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്. നിങ്ങൾ പലയിടത്തും ചെല്ലുമ്പോൾ പല ടെൻഷനാണ്, പല കാര്യങ്ങൾക്ക് ചിലപ്പം മാനസിക എന്താ പറയുന്നത്, സമ്മർദ്ദം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ വണ്ടി കയറിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ മാഡം ഇന്ന് അത്ര ശരിയല്ല. അപ്പോൾ ഞാൻ മുഖത്ത് നോക്കിയിട്ട് മാഡത്തിൻ്റെ ഒരു റിലാക്സ് ആകാൻ വേണ്ടി ഞാൻ ഒരു പാട്ട് പാടും. പക്ഷേ ഡ്രൈവിംഗ് സെക്ടർ കൊടുക്കാതല്ല ഞാൻ പാടുന്നത്. ഞാൻ നല്ലൊരു പാട്ട് പാടി വണ്ടി ഓടിക്കുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു മനസ്സൊന്ന് അയത്തില്ല, ഒന്ന് തണുക്കത്തില്ലേ? അതിന് ഞാൻ വല്ല പാട്ടും വണ്ടിയിൽ ഇട്ടാ പോരെ? അതല്ല, ഞാൻ പാടും. ഒരു ലൈവായിട്ട് അടുത്ത ആൾ നിന്ന് ഡ്രൈവർ പാടും, അതിൻ്റെ ഒരു ശ്രദ്ധയും അവൻ കൊള്ളാമല്ലോ പാടുന്നല്ലോ എന്നൊക്കെ ആ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു ശ്രദ്ധ കുറയും. അതുപോലെ ഞാൻ മിമിക്രി പറയും, സന്തോഷിപ്പിക്കാൻ മിമിക്രി പറയും. പിന്നെ ഞാൻ നല്ല കോമഡി, അമ്മ സൂപ്പർ കോമഡി അടിക്കുമ്പോൾ ഞാൻ സത്യം ഇടയ്ക്ക് അടിപൊളി കോമഡി ഞാൻ പറയുമ്പോൾ അത് കേട്ട ചിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രയോജനമുണ്ട് എന്നെ നിർത്തി കഴിഞ്ഞാൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ നിർത്തുന്ന എനിക്കുള്ള ഉറപ്പ്. ഇപ്പം തന്നെ ഒരു ചിരി അങ്ങനെ എന്താ പറയുക, അത് നല്ലൊരു സംഭവമാണ്. കാരണം നമ്മുടെ യാത്രക്കിടയിൽ പാട്ട് പാടാനും മിമിക്രിയൊക്കെ പറയുമ്പോൾ അതൊരു റിലാക്സേഷൻ. അതാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു മിമിക്രി കാണിക്കാവോ? മിമിക്രി ഞാൻ എല്ലാവരുടെയും കണക്ക് മിമിക്രി കാണിക്കും. ശരി, ഇപ്പം എനിക്ക് തൊണ്ട വയ്യ, ഇപ്പം അവിടെ വയ്യ, ഇവിടെ വയ്യ എന്നൊന്നും ഞാൻ പറയത്തില്ല. കാണിക്കാൻ പറഞ്ഞാൽ അപ്പം ഞാൻ കാണിക്കും. അതാണ് ആ സ്പോട്ടിലനുസരിച്ച് പേരുകളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ. ഞാൻ ഇപ്പോൾ ഒരു സിനിമ നല്ല ശബ്ദം പറയാം, നിങ്ങളെല്ലാം പേരൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ നമ്പർ ഈ സിറ്റുവേഷൻ അനുസരിച്ച്. അശ്വതി ഉദ്ദേശിക്കുന്നത് പോലെ മാടമ്പറമ്പിയിലെ മാടമ്പള്ളിയിലെ രോഗി മനോരോഗി അടിമാലിയല്ല, ഉല്ലാസാണ്. മാനസരോഗിയാണവൻ. നല്ല രീതിയിലല്ലേ പറഞ്ഞേ? എല്ലാവരുടെ പേരൊക്കെ വന്നില്ലേ? ഞാൻ നല്ലപോലെ കൈ അടിച്ചാൽ അങ്ങടെ അങ്ങനെ. അതാണ്
ജീവിച്ച കല്യാണത്തിന്റെ ഓക്കേ, ആ, പറമ്മ, പറ, പറ, മിമിക്രി പറ, നമ്മള് പറ. കണ്ടു വലിയ കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം ഒരു പാട്ട് പാട്ട് പാടും, നല്ലപോലെ പാടും, നല്ല പാട്ട് പാടും, സാഹചര്യത്തിനനുസരിച്ചുള്ള പാട്ട് പാടും. സാഹചര്യത്തിനനുസരിച്ച് അതെ അതെ. ഓക്കെ. ഇപ്പൊ വിചാരിക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടിയിൽ കയറുമ്പോൾ ടെൻഷൻ എന്താ അറിയോ, ആ. എയർപോർട്ടിലേക്കുള്ള യാത്രകൾ അയ്യോ, വരും 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 എയർപോർട്ടിൽ വരുമ്പോ ആ, ശരി. ഫ്ലൈറ്റ് മിസ് ആവോ ടെൻഷൻ അടിച്ചിട്ടാണ് എപ്പോഴും പോവാറുള്ളത്. കാരണം ഫ്ലൈറ്റ് ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും നമ്മൾ യാത്രയൊക്കെ ഓർത്തൊരു പേടി വരുന്നില്ലേ? ആ അതെ അതെ. ഫ്ലൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു അല്ല ഫ്ലൈറ്റ് മിസ് ആവോ എന്നുള്ള പേടിയാണ് കൂടുതൽ. യാത്രയിൽ അത്ര പേടി വരാൻ സാധ്യതയില്ലല്ലേ? ഇല്ല, ഇല്ല. അത് കുഴപ്പമില്ല. പാട്ട് വന്നിട്ടില്ല. പാടുമ്പോൾ അതെല്ലാം മാറും. ആ ശരി. അതിന് പറ്റിയ പാട്ടാ പാടുന്നത്. ആ മരണം വാതുക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടിച്ചൻ കൂട് തകരും നേരം ദാഹജലം തരുമോ, ദാഹജലം തരുമോ. എടോ പ്രാന്താ, ഭ്രാന്തനാ. ഒരു മനുഷ്യൻ ഒരു യാത്രക്ക് പോകുമ്പോ ഇങ്ങനത്തെ പാട്ടാണോ പാടി മരണത്തിന്റെ പാട്ടാണോ പാടുന്നത്? അത് അല്ലെങ്കിൽ തന്നെ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ് ഞാൻ പാടുന്നത്. എവിടെയാണോ ഫ്ലൈറ്റുമായിട്ട് ബന്ധം? ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഒന്നാമത് തീരുന്നതായിരിക്കും. അയ്യോ, ഈ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ പേടി പോകും, അതല്ലേ? അല്ല ഇത് ആലോചിച്ച് ഇത് അവസാനം വരെ നമുക്ക് ആത്മധൈര്യം വരും ഈ പാട്ട് കഴിയുമ്പോൾ. എന്തെങ്കിലും ലോജിക് ഉണ്ട് ലോജിക് ഉണ്ട്. മരണം വാതുക്കലൊരു നാൾ മഞ്ചലുമായി, മഞ്ചലതാ ഫ്ലൈറ്റ്, ഓ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ഫ്ലൈറ്റ് ചിറകില്ലേ, ചിറകടിച്ചൻ കൂട് തകരുന്ന പൊട്ടിപ്പോവാല് തകർന്ന നേരം ദാഹജലം തരുമോ, കടൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അതുകൊണ്ട് വിഷമിക്കണ്ട. ഇതാണ് ഈ പാട്ടിന്റെ അർത്ഥം. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് അല്ലേ വരുന്നത്, ഭയം വരത്തില്ലല്ലോ. ഇതിന് വേറെ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്? സെലിബ്രിറ്റിയുടെ വേറെ വണ്ടി ഞാൻ വിളിച്ചു പോയില്ല. അതെന്താ? അമിതാഭ് ബച്ചൻ, അമിതാഭ് ബച്ചൻ വിളിച്ച് ഞാൻ പോയില്ല. അമിതാഭ് ബച്ചന്റെ വണ്ടിക്ക് വിളിച്ചിട്ട് ഞാൻ പോയില്ല. എന്താ പോവാഞ്ഞ്? ഞാൻ നിങ്ങൾ എന്ത് മിസ്റ്ററി പറയുന്നത്? ഇവിടുന്ന് രാവിലെ ബോംബെ പോകണം വണ്ടി എടുക്കണമെങ്കിൽ, പിന്നെ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് ഇവിടെ എത്തണം, പിന്നെയും രാവിലെ പോകണം. എനിക്ക് തലയ്ക്ക് പ്രാന്താ. ഇവിടുന്ന് പോയി വണ്ടി എടുത്ത് ബോംബെയിൽ ഓടിച്ചിട്ട് പിന്നെ ഇവിടെ വരാം. എനിക്കൊന്ന് ഉറങ്ങാൻ സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ്, അല്ല മറ്റൊന്നും കൊണ്ടല്ല. അല്ല അതെ, ഈ അശ്വതിക്ക് ഓടിക്കാറില്ല എന്ന് പറയുമ്പോഴേ സാറേ ആലോചിച്ച് വെച്ചിരിക്കുന്ന പെൺവീട്ടുകാർ വിഷയം ഉണ്ടാക്കുമല്ലേ? അതെ സാറേ, ഉണ്ടാക്കും സാറേ. അതല്ലേ വിഷയം. നിങ്ങൾ ഇത്ര നാൾ ഈ എല്ലാ ചാനലിലും ഉണ്ട് ചിരിച്ചോട് നിന്ന് നല്ല രീതിയിൽ പരിപാടി നടത്തുന്ന നല്ലൊരു പെൺകുട്ടിയാണ്. ഇത്രയും നാൾ എല്ലാ പരിപാടികളും പൈസ ഇഷ്ടം പോലെ കാണത്തില്ലേ, ഒരു ഓടിക്കാർ എടുത്തൂടെ? എന്താ നിങ്ങൾ ഓടിക്കാർ എടുക്കാത്ത? എന്താ എടുക്കാത്തത്? ഞാനാണെങ്കിൽ എന്നെ എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടായാലും നിങ്ങൾ ആദ്യം ഒരു ഓടിക്കാർ എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഓടിക്കാർ എടുത്തിട്ട് ആദ്യം നിങ്ങൾ എങ്ങോട്ടായിരിക്കും പോണേ? ആദ്യം ഞാൻ തയ്യക്കടക്കാരൻ്റെ അടുത്ത് പോകും. എന്തിനാന്നോ, നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവൻ കാർ എടുത്ത് ഞാൻ എന്തായാലും നിക്കർ കീറും. അതൊന്ന് തയ്ച്ച് ഒന്ന് സുരക്ഷിതനായതിന് ശേഷം കാർ ഓടിക്കാൻ കയറാന്ന് കരുതിയാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ തയ്യക്കടയിൽ പോകത്തില്ലായിരുന്നു. ഡ്രൈവിംഗ് മാത്രമേ ഉള്ളൂ, വേറെ വല്ല പരിപാടികളും ഉണ്ടോ? വേറെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾക്കൊരു സഹായം, അവിടെ സഹായം ഇവിടെ സഹായം. നിങ്ങൾ പയ്യന്മാരുണ്ടല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാര്യം ഞാൻ പെട്ടെന്ന് പഠിക്കും. പക്ഷെ അതിന് മുമ്പ് ഒരു കടമയുണ്ട്, അത് നിങ്ങൾ കടക്കണം. ഗണേഷ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റ്. അത് ഒന്ന് നിസ്സാരമാണ്, ഒരു 20 ക്വസ്റ്റ്യൻ. അതിന് ഒരു 14 എണ്ണം ശരിയാക്കിയാൽ മതി. ബാക്കി ആ ഗണേഷ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈസൻസിന്റെ കാര്യം ഞാൻ ഏറ്റ്. പിന്നെ അല്ല പുറത്തൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഞാൻ സൗദിയിൽ 1 വർഷം ഉണ്ടായിരുന്നു. സൗദിയിൽ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചെന്ന് അവിടെ സ്ട്രെയിറ്റ് റോഡാണ്. ഇങ്ങനെ കിടക്കാം, നമുക്ക് സ്റ്റിയറിംഗ് തൊണ്ട കാര്യമില്ല. സത്യം, ആക്സിലേറ്റ് മാറ്റി ഇങ്ങനെ കാല് കൊടുത്തിരുന്നാൽ മതി, വണ്ടി അങ്ങ് പൊയ്ക്കോളും. അങ്ങനെ ഞാൻ 50 കിലോമീറ്റർ സ്റ്റിയറിംഗ് പിടിക്കാതെ യാത്ര ചെയ്യും. എന്നിട്ട് പിന്നെ അറബി പോലീസിന്റെ കാല് പിടിച്ച് ഇങ്ങനെ പോകുന്നു. ഇവിടുത്തെ MLA കിടന്നിട്ട് ഇറക്കിയത്. എത്ര മൈൽ സ്പീഡിൽ ഓടും? എത്ര മൈൽ സ്പീഡിൽ ഓടും? അത് ഞാൻ ഇതുവരെ മൈലിന്റെ കൂടെ ഓടിയിട്ടില്ല. അപ്പൊ ഓടിയിട്ട് വന്നിട്ട് ഞാൻ പറയാം എത്ര മൈൽ സ്പീഡിൽ ഓടും. അശ്വതി ഓടിക്കുമോ? ഞാൻ ഓടിക്കുമോ? വീട്ടിൽ അമ്മായിയമ്മ ഓടിക്കുന്ന കാര്യമല്ല ചോദിച്ചത്. ഞാൻ വണ്ടി ഓടിക്കും. വണ്ടി ഓടിക്കണം, അല്ല ഓടിക്കണം വേണം എന്ന് വെച്ചാലേ, ഞാൻ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാനൊന്ന് മയങ്ങും, എനിക്കൊന്ന് ഉറങ്ങണം. അപ്പൊ അശ്വതി എന്നെ ഒന്ന് മാറ്റി അശ്വതി വണ്ടി ഓടി. ആ ഒരു അവകാശം ഞാൻ അശ്വതിക്ക് തരും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്കങ്ങ് ഫിക്സ് ചെയ്താലോ? ഫിക്സ് ചെയ്യാനാണല്ലോ ഞാൻ വന്നത്. എന്താ ചേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്നേ പൈസ? എന്ത് തരും? ഒരു കാര്യം ചെയ്യാം, സ്റ്റാർട്ടിങ്ങിൽ പുതിയ ആളല്ലേ, സ്റ്റാർട്ടിങ്ങിൽ ഒരു 5000 തരാം. കൊള്ളാം, നല്ല ഇതാ, നല്ല ഇത് കലക്കും. കുറവല്ലേ മാഷേ? അല്ലല്ല, പോടെ മണ്ട. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം 5000, 5000, സെക്കൻഡിന് 5000, തേർഡിന് 5000, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ 5-6 ഗിയർ മാറി. എന്തായാലും 10-35,000 രൂപ കയ്യിൽ കിട്ടും ഒറ്റ ഓട്ടത്തിന്.
എന്റെ പൊട്ടി ചേട്ടാ എനിക്ക് എന്തായാലും തൽക്കാലം ഇങ്ങനെ ഒരു ഡ്രൈവറിന് ആവശ്യമില്ല. വേണ്ട വേണ്ട. ഉറപ്പിച്ച്. ആ 95 കഴിഞ്ഞ് 96 അതും മുടങ്ങി. അമ്മേ നല്ല ജാതകം ഇവിടെ അവിടെ ഇവിടെങ്ങാനും പെണ്ണുങ്ങൾ വല്ലതുകൊണ്ട് ഒന്ന് പറയൂ. എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് ഒന്ന് പെണ്ണ് കെട്ടാനുള്ള കൊതി കൊണ്ടാണ്. പാട്ടും പാടും ഞാൻ കേട്ടോ ചേച്ചി. അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയാലും മതി. പോട്ടെ. ആയിക്കോട്ടെ. ശരിയാക്കാം. ആര് പിടിക്കാം ഒരു പെണ്ണ് ഒറ്റ പെണ്ണ് 5 6 ഒന്നും വേണ്ട, ഒന്ന് മതി. കോമഡി മസാലയിലെ ഇന്നത്തെ ചിരിക്കൂട്ടുകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ബൈ.